ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് പ്രേക്ഷകർ വാർത്തകൾ ശ്രദ്ധിച്ചെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, മിക്ക ജില്ലകളിലും ഇന്ന് കാട്ടുമൃഗങ്ങളുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളൊക്കെ തന്നെ നരഭോജികളായ കാട്ടുമൃഗങ്ങളാണ് ഇറങ്ങിയതെങ്കിൽ ചില സ്ഥലത്തൊക്കെ തന്നെ കാട്ടുപന്നികൾ പോലെയുള്ള ചില സംഭവങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ചുരുക്കം പറഞ്ഞാൽ വനമേഖലയ്ക്ക് അടുത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ സ്വൈര്യമായി കിടന്നുറങ്ങാൻ പറ്റാത്ത സാധ്യതയാണിപ്പോൾ. പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം പത്തനംതിട്ട തുടങ്ങിയ മിക്ക പ്രദേശങ്ങളിലും ഇന്ന് കാട്ടുമൃഗങ്ങളുടെ ശല്യം അനുഭവപ്പെട്ടു. ഓരോ ദിവസം കഴിയും തോറും ഇത് കൂടിക്കൂടി വരികയാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? നോക്കാം. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് ആദ്യം കൊണ്ടുവരുന്നത്. സംസ്ഥാനത്ത് ചാരിറ്റി വീഡിയോകൾ ദുരുപയോഗം ചെയ്ത് വ്യാപകമായ തട്ടിപ്പ് നടക്കുന്നു എന്ന് സംശയം. QR കോഡും അക്കൗണ്ട് നമ്പറും വ്യാജമായി ചേർത്ത് കോടികൾ തട്ടിയെടുത്തു. വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ പോലീസ് ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ അറിയുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയാണിത്. വിപിൻ സി വിജയൻ ചേരും. ആദ്യം അതിനു മുമ്പ് ഒരു പ്രതികരണം നമുക്ക് കാണാം. അതായത് ഇതേപോലെ ഈ ഒരു വീഡിയോ ഇവരുടെ പേജിൽ നിന്നും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലെ സ്കാനിങ് കോഡും UPI നമ്പറും അക്കൗണ്ട് നമ്പറും വെട്ടി എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഈ തട്ടിപ്പ് സംഘത്തിൻ്റെതാക്കി മാറ്റുന്നു. എന്നതിന് ശേഷം അവരുടെ പേജിൽ അതും സ്പോൺസേഡ് ആഡായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് തന്നെ പബ്ലിഷ് ചെയ്യുന്നു. അതായത് ഇന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണെങ്കിൽ അതേ ദിവസം തന്നെ ഇവരും ഇവരുടെ ഫേക്ക് അക്കൗണ്ടിൽ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇവർ പബ്ലിഷ് ചെയ്യുന്നു. ആളുകൾ തെറ്റിദ്ധരിച്ച് അതിലേക്ക് പണം അയച്ചു കൊടുക്കുന്നു. വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, മനുഷ്യൻ്റെ കാരുണ്യബോധം പരമാവധി ദുരുപയോഗപ്പെടുത്തി തട്ടിപ്പ് നടത്താനുള്ള നീക്കമാണിത്. ആരെങ്കിലും അസുഖബാധിതർ, രോഗബാധിതരായി കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ അന്യരോട് കാരുണ്യബോധമുള്ള ആളുകൾ കൈ അയച്ച് സഹായം ചെയ്യുന്നു. ആ പണം തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ ആപത്ത്. വിപിൻ സി വിജയൻ ചേരുന്നു തത്സമയം. വിപിൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ ഈ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ. താങ്ക് യു SKN. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നിസാർ ബാബു വ്ളോഗറാണ്. അവരൊക്കെ ഇതിന്റെ പിന്നിൽ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളുമാണ്. അപ്പോൾ നിരവധി ചാരിറ്റി പ്രവർത്തകർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവരൊക്കെ തന്നെ ഇത്തരത്തിൽ വീഡിയോകൾ എടുക്കുകയും പല ആളുകളെയും സഹായിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. അത്തരത്തിൽ പണം അടുത്തുകൊണ്ട് തന്നെ കോടികൾ അത്തരത്തിൽ നേടുകയും അങ്ങനെ അവരുടെ ചികിത്സയ്ക്കൊക്കെ ഉപകാരപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഇതിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്ത ഒരു വിവരങ്ങളാണ്. അതായത് ഒരു പൊന്നുമോൻ്റെ കരച്ചിൽ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് ഒറിജിനലാണ്. ഇത് അതായത് ജൂലൈ മാസത്തിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചാരിറ്റി പ്രവർത്തകൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അതിന് 2 കോടി രൂപയായിരുന്നു ആവശ്യം. ആ പണം ആ വീട്ടുകാർക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നീട് അതിനുശേഷമാണ് ഈ വ്യാജൻ ഇറങ്ങുന്നത്. ഈ മാസം, അതായത് ഓഗസ്റ്റ് മാസം കഴിഞ്ഞ ആഴ്ച 4-ാം തീയതിയാണ് ഇത് ഇറങ്ങുന്നത്. ഇത് ഇറങ്ങിയതിന് ശേഷം ഇതാ അതിലെ QR കോഡും ഒപ്പം തന്നെ മറ്റു വിവരങ്ങളും, അതിലെ ഫോൺ നമ്പറുകൾ, QR കോഡ്, UPI നമ്പർ ഇതൊക്കെ മാറ്റിക്കൊണ്ട് അതേ വീഡിയോ തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നു. അതിലേക്ക് ആളുകൾ പണം അയക്കുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ നിരവധി വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പേരുകളിൽ ഇത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയവയിൽ ഈ ആളുകൾ ഈ വിഷമമൊക്കെ കണ്ട് കോടിക്കണക്കിന് രൂപയാണ് പലരും കൊടുക്കുന്നത്. അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ നോക്കുമ്പോൾ സെൻഡ്, ഞങ്ങൾ ഈ പണം അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എത്തുന്നത് അത് അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലല്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഇതൊരു 2 വർഷമായി ഈ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിൽ വേണ്ടപ്പെട്ട ഒരു നടപടിയും എടുക്കുന്നില്ല. ഒപ്പം ഈ അക്കൗണ്ടുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതായത് ഈ ആഴ്ച പോലും ഇത്തരത്തിൽ നമ്മളുടെ ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തകർ ചെയ്തിട്ടുള്ള വീഡിയോയുടെ മുകളിൽ അവരുടേതായിട്ട് തട്ടിപ്പുകാരുടേതായിട്ടുള്ള QR കോഡും അവരുടേതായിട്ടുള്ള UPI നമ്പറുകളും വെച്ചുകൊണ്ടാണ് അയക്കുന്നത്. ഇതിൽ ഈ തട്ടിപ്പിന്റെ ചികിത്സാ സഹായ നിധി എന്നതിന് പകരം സനായ നിധി എന്നുള്ളതാണ്. ഇതൊന്നും ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിളിച്ച് ഉറപ്പുവരുത്തി പണം അയക്കുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പോം വഴിയുള്ളത്. അല്ലെങ്കിൽ പോലീസാണ് ഇതിൽ ഇടപെടൽ നടത്തേണ്ടത്. സൈബർ സെല്ലുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഉത്തരേന്ത്യൻ ലോബിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിലൊരു നടപടിയും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള ഒരു നടപടി പോലും പ്രാഥമികമായിട്ട് ഇതിൽ നടപ്പാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു പേജ് തുടങ്ങുന്നു, ഇവിടുത്തെ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് അവരുടേതായ രീതിയിൽ ഈ QR കോഡും വെച്ച് പണം അങ്ങനെ അടിച്ചു മാറ്റുകയാണ്, തട്ടിപ്പ് നടത്തുകയാണ്. ഇത് വലിയ ഒരു ശൃംഖല തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരേ ആളുടെ പല പേരുകളിൽ, അതായത് ഒരേ
വീഡിയോ തന്നെ 8 എണ്ണമൊക്കെ പോസ്റ്റ് ചെയ്ത നിരവധി പേജുകളാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സൈബർ പോലീസ് ഉൾപ്പെടെ ഇതിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. നമ്മുടെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു കാരുണ്യബോധത്തെ ചൂഷണം ചെയ്യുന്ന വലിയ തട്ടിപ്പ് സംഘം ഇപ്പോൾ സംസ്ഥാനത്ത് സജീവമായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. SK വളരെ നമ്മളെ വല്ലാതെ ഷോക്കേൽപ്പിക്കുന്ന ഒരു സംഭവമാണിത്. കാരണം കേരളത്തിൽ എത്രയോ രോഗികൾക്ക് സമാധാനമായി അവരുടെ സർജറിയൊക്കെ ചെയ്യാൻ ഇങ്ങനെയുള്ള കൈയച്ചുള്ള സഹായങ്ങൾ ഉപകരിക്കുന്നു. അപ്പോൾ അപ്പോഴാണ് ഇങ്ങനെയുള്ള തട്ടിപ്പ് വീരന്മാർ രംഗത്ത് വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ന്യായമായും എന്നോടൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളും ഇങ്ങനെ കാരുണ്യ സഹായങ്ങൾ നടത്തുമ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്നൊരു രക്ഷാ കവർ നേടുന്നത്? നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ QR കോഡ് കാണിക്കില്ല, ഗൂഗിൾ പേ നമ്പറും കാണിക്കില്ല, ബാങ്ക് ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ അയക്കുന്ന പണം നേരിട്ട് ബാങ്കിലെത്തണം. ഇനിയും നമ്മൾ അത് തന്നെ ചെയ്യും. കാര്യം സുതാര്യമായിരിക്കണം, 100% ട്രാൻസ്പെറൻസി സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ QR കോഡും ഗൂഗിൾ പേയും നമ്മൾ നമ്പറും കാണിക്കില്ല, നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് മാത്രമേ കാണിക്കൂ. നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത ബാങ്കിൻ്റെ അകത്തെ അക്കൗണ്ടിലേക്ക് ഇത് ചെന്ന് കയറത്തക്ക രീതിയിലായിരിക്കും നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻ. അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകളൊന്നും നടത്താൻ സാധ്യതയില്ല. പക്ഷേ ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ പുറത്തുണ്ടെന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്നു. അതുപോലെ സാധാരണ സാധുക്കളായ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു അത്താണി ഉണ്ടെങ്കിൽ അതുകൂടി ഈ വീരന്മാർ നശിപ്പിച്ച് കളയും എന്നുള്ളതാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം. ഈ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിവാദത്തിൽ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസനെ സംശയ നിഴലാക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ നീക്കം പൊളിയുന്നു. ഡോക്ടർ ഹാരിസ് ഹസൻ്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ബിൽ നെഫ്രോസ്കോപ്പുകളുടെ ഡെലിവറി ചെല്ലാനാണെന്ന് വ്യക്തമായി. തൻ്റെ മുറിയിൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് ജൂനിയർ ഡോക്ടേഴ്സ് കയറുന്നത് രഹസ്യമായിട്ടല്ലെന്നും CCTV ആരോപണം തള്ളി ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതികരിച്ചു. ഇന്ന് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും അവിടുത്തെ സൂപ്രണ്ടും നടത്തുന്ന ഒരു വാർത്താ സമ്മേളനം കണ്ടു. ഈ അടുത്ത കാലത്ത് കണ്ട വാർത്താ സമ്മേളനം ഏറ്റവും ചിരിക്കാൻ വക നൽകിയ ഒരു വാർത്താ സമ്മേളനമായിരുന്നു. അതിനിടയ്ക്ക് ഫോൺ വരുന്നു, ഫോണിലൂടെ ചില കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെ കണ്ട ഒരു ചെല്ലാൻ എന്തോ ഒരു കള്ള ബില്ല് ഹാജരാക്കിയതാണ് എന്നുള്ള രീതിയിലുള്ള മൊഴി ഈ പ്രിൻസിപ്പലും സൂപ്രണ്ടോട് അവതരിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. പിന്നെയും ഡോക്ടർ ഹാരിസിനെ അദ്ദേഹത്തിനെതിരെ ചെളിവാരി എറിയാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നത് ആരോഗ്യവകുപ്പിനോ സംസ്ഥാന സർക്കാരിനോ ഡോക്ടർ ഹാരിസിനെ വേട്ടയാടാൻ താല്പര്യമില്ല എന്നാണ്. അവർ പലപ്പോഴും അത് വ്യക്തമാക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ പ്രിൻസിപ്പലിനോട് ഇത്തരമൊരു വൃത്തികെട്ട വാർത്താ സമ്മേളനം നടത്താൻ അദ്ദേഹത്തെ എൻട്രസ്റ്റ് ചെയ്ത് എന്നുകൂടി അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. കാരണം ഈ പ്രിൻസിപ്പൽ ഈ പണിക്ക് കൊള്ളില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ തെളിയിക്കുകയും ചെയ്തു. വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കാണാതായ മോസിലോസ്കോപ്പ് ഹാരിസ് ഹസന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത്. ഇന്നലെ വീണ്ടും പരിശോധന നടത്തിയപ്പോൾ മറ്റൊരു പെട്ടിയിൽ നിന്ന് മോസിലോസ്കോപ്പ് ഈ മാസം 2-ന് വാങ്ങിയ ബില്ലും ലഭിച്ചു. ഹാരിസിന്റെ മുറിയിൽ ഒരാൾ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൂമിൽ കയറി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് പ്രിൻസിപ്പളായ ഞാൻ അവിടെ പോയി അവിടെ ഒരു ഉപകരണം കാണുകയുണ്ടായി. ആ മിനിഞ്ഞാന്ന് അവിടെ ഒരു ഉപകരണമുണ്ട്, അതിൻ്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബില്ലിൽ എഴുതി വന്നിട്ടുണ്ട്, അതിൽ എഴുതിയിട്ടുള്ള എന്താണ് മോസിലോസ്കോപ്പ് എന്നാണ്. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഈ വാദങ്ങൾ പൊളിച്ച് ഹാരിസിന്റെ വിശദീകരണമെത്തി. മുറിയിലുണ്ടായിരുന്നത് മോസിലോസ്കോപ്പ് അല്ലെന്നും റിപ്പയർ ചെയ്യാൻ നൽകിയ നെഫ്രോസ്കോപ്പുകളെന്നും ഡോക്ടർ അറിയിച്ചു. ഓഫീസ് റൂമിൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് ജൂനിയർ ഡോക്ടേഴ്സ് രാത്രിയും പകലും കയറും. ഇതാരും രഹസ്യമായി കയറുന്നതല്ലെന്നും ഹാരിസ് വ്യക്തമാക്കി. ഹാരിസിന്റെ വിശദീകരണം ശരിവച്ച ഉപകരണം റിപ്പയർ ചെയ്യാൻ ഏൽപ്പിച്ച ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷനും രംഗത്തെത്തി. നെഫ്രോസ്കോപ്പിന് പകരം മോസിലോസ്കോപ്പ് എന്ന് എഴുതിയത് സർവീസ് എഞ്ചിനീയർക്ക് പറ്റിയ പിഴവ്. ആ ഡെലിവറി ചെല്ലാൻ പക്ഷെ മോസിലോസ്കോപ്പ് എന്നാണല്ലോ എഴുതി. അതിലെന്താ നമ്മുടെ അവിടുത്തെ സർവീസ് എഞ്ചിനീയർ തെറ്റിച്ചെഴുതി കൊടുത്താൽ അത് നെഫ്രോസ്കോപ്പ് ആയിരുന്നു യഥാർത്ഥത്തിൽ. നെഫ്രോസ്കോപ്പ് 3 മോസിലോസ്കോപ്പ് ഇടുന്നവരാണ്. ഓ, അപ്പൊ ഭയങ്കര വില. ഹാരിസിനെതിരായ നീക്കങ്ങളിൽ KGM-CTA കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. 24 തിരുവനന്തപുരം. നമുക്കിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള നല്ല ഗവേഷണ സ്ഥാപനങ്ങളിലൊക്കെ നല്ല ചക്രത്തി പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ആ പോരാട്ടത്തിൻ്റെ വല്ല ഭാഗമായിരുന്നു രാവിലത്തെ വാർത്താ സമ്മേളനം. ഇങ്ങനെ ഒരു ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഡോക്ടറെ ഇനിയെങ്കിലും നിങ്ങൾ വെറുതെ വിടുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഓരോ തവണ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹത്തിന് നാണക്കേട് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളാണ് നാണം കെട്ടവരായി മാറുന്നതെന്ന് ഈ വാർത്താ സമ്മേളനം നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഇത്രയും കമ്മിറ്റഡായ ഒരു ഡോക്ടർക്കെതിരെ ഇങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ നടത്താമോ എന്ന കാര്യം 2 വട്ടം ആളുകൾ ആലോചിക്കുക. സർക്കാരിനോട് നമുക്കുള്ള അഭ്യർത്ഥന എത്രയും പെട്ടെന്ന്
പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം അവസാനിപ്പിച്ച് അദ്ദേഹവുമായി ചർച്ച ചെയ്ത് ഈ പ്രശ്നം മാന്യമായിട്ട് അവസാനിപ്പിക്കുക. കാരണം ഇത് കൂടുതൽ വഷളായി വരുന്നു എന്നുള്ളത് നമ്മളെയും നോവിക്കുന്നു. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ജനങ്ങളുടെ അത്താണിയായ ആതുരാലയമാണ്. എത്രയോ ആളുകൾ അവിടെ വന്ന് ചികിത്സ തേടി പോകുന്നു. അവിടെ പ്രവേശിപ്പിക്കാവുന്നതിലും എത്രയോ ഇരട്ടി ആളുകളാണ് അവിടെ ചികിത്സ തേടുന്നത്. മാത്രമല്ല ഇത്രയും വിദഗ്ധരായ ഡോക്ടേഴ്സ് തന്നെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഉണ്ടോ എന്ന് പോലും സംശയം തോന്നുന്നില്ല. രോഗനിർണയം നടത്തുന്നതിൽ കാലന്മാരും കാലത്തികളുമായ ഡോക്ടേഴ്സ് ഉള്ള ഈ മെഡിക്കൽ കോളേജിനെ തൽക്കാലം ഇങ്ങനെയുള്ള വിവാദങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ആരോഗ്യവകുപ്പ് തന്നെ മുൻകൈയെടുത്തിറങ്ങുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. പാലിയേക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. അച്യുതൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അതായത് നല്ല റോഡുകൾ കൊടുക്കാതിരിക്കുകയും കുണ്ടും കുഴിയും മൂടാതിരിക്കുകയും വാഹനങ്ങൾക്ക് സൗകര്യമായി പോകാതിരിക്കുകയും വെള്ളക്കെട്ട് രൂപപ്പെടുകയൊക്കെ ചെയ്യുന്ന അസൗകര്യങ്ങൾ നിലനിൽക്കെ ഇത്തരം ഒരു പിരിവ് നടത്താൻ അവകാശമില്ല എന്ന പേരിലായിരുന്നു ഹൈക്കോടതി 4 ആഴ്ചത്തേക്ക് ഇത് മരവിപ്പിച്ചു വച്ചിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും SKN, അതായത് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഈ നിലവിൽ ഈ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് ഹൈക്കോടതി ഇടപെട്ട് നിർത്തിവെച്ചത്. അതിൽ ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായത്. എന്നാൽ കോടതിയിൽ നിൽക്കുമ്പോഴും ഹൈക്കോടതിയിൽ ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടത് 3 മാസത്തെ സാവകാശമാണ്. പക്ഷേ അതിലേക്ക് ഹൈക്കോടതി അത്തരമൊരു തീരുമാനങ്ങളിലേക്ക് കടക്കാതെ തന്നെ ഈ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കുന്ന ഒരു ഉത്തരവിലേക്കാണ് കടന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ദേശീയപാത അതോറിറ്റി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിലെ ഹർജിക്കാരൻ ഒരു തടസ്സ ഹർജി നൽകിയിരുന്നു. അതായത് തന്റെ വാദം കേൾക്കാതെ നിലവിൽ ദേശീയപാത അതോറിറ്റിയോ ഈ കരാർ കമ്പനിയോ സുപ്രീം കോടതിയെ സമീപിച്ചാൽ തന്റെ വാദം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജിക്കാരൻ ഷാജി കോടൻ കണ്ടത്ത് ഒരു തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അതിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു ആർ അച്യുതൻ. ആലപ്പുഴ ആദിക്കാട്ടുകുളങ്ങരയിൽ 4ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതികൾ ഒരാൾ പിടിയിലായത് സൂചനയായി വരുന്നു. അടൂരിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി തത്സമയം ചേരുകയാണ്. സുജിത്, ആളിനെ പിടികിട്ടിയോ? SKN, ഇപ്പോൾ പ്രതികളിൽ ഒരാൾ പിടിയിലായിരിക്കുന്നു എന്നായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരമെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2 പേരെയും പിടികൂടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടൂരിലെ പരിസര പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള 5 സ്ക്വാഡുകളാണ് അന്വേഷണം നടത്തിയത്. ആദ്യം ആലപ്പുഴ SP-യുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെയായിരുന്നു രൂപീകരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടി 5 പേരടങ്ങുന്ന വിപുലമായ 5-അംഗ സംഘത്തെ തീരുമാനിച്ചിരുന്നത്. അതിനുശേഷമാണ് നാടൊട്ടാകെ നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് ഇപ്പോൾ 2 പേരും അടൂരിൽ നിന്നും പിടിയിലായിരിക്കുന്നു എന്ന വിവരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ ഏത് സ്റ്റേഷനിലേക്കാണ് എത്തിക്കുന്നതെന്ന കാര്യത്തിലൊന്നും തന്നെ തീരുമാനമായിട്ടില്ല. എന്തായാലും 2 പേരും, കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ച അച്ഛനും അതുപോലെ 2-ാനമ്മയും ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു സുജിത് സുരേന്ദ്രൻ. തിരുവനന്തപുരത്തെ കിളിമാനൂരിൽ MC റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കിളിമാനൂർ പോലീസ് സ്റ്റേഷന് സമീപമാണ് മരം വീണത്. ഗ്യാസ് കയറ്റി വന്ന ട്രക്കിന് മുകളിലേക്കാണ് മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഉമേഷ്, എന്താണ് സംഭവിച്ചത്? കിളിമാനൂർ പോലീസ് സ്റ്റേഷന് സമീപത്തായി ഒരു മഹാഗണി മരമുണ്ടായിരുന്നു. MC റോഡിന് സമീപത്ത് നിൽക്കുന്നതായിരുന്നു. ഇതാണ് റോഡിലേക്ക് മറിഞ്ഞു വീണത്. ഇതിന്റെ ശിഖരങ്ങൾ നേരെ പോയി വീണത് CNG ഗ്യാസ് കൊണ്ടുവന്ന ഈ ട്രക്കിന്റെ മുകളിലേക്കാണ്. ട്രക്കിന്റെ ഡ്രൈവർ ക്യാബിന്റെ മുകളിലേക്കാണ് വീണത്. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും നാട്ടുകാർ ഇടപെട്ട് അതിന്റെ ചില്ലകൾ വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഫയർഫോഴ്സ് ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. MC റോഡിൽ ഇപ്പോൾ വലിയ കൂടുതൽ പേരും ഗതാഗതത്തിന് ആശ്രയിക്കുന്ന MC റോഡാണ്. കാരണം NH-ൽ മറ്റ് ഹൈവേയുടെ ജോലികൾ നടക്കുന്നതിനാൽ അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എന്തായാലും ഫയർഫോഴ്സ് എത്തി ഈ മരത്തിന്റെ ചില്ലകൾ പൂർണ്ണമായി മാറ്റിയാൽ മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിൽ
4ാം ദിവസവും രക്ഷാദൗത്യം തുടരുകയാണ്. 226 പേരെ രക്ഷപ്പെടുത്തിയതായി വ്യോമസേന അറിയിച്ചു. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്ന് ഉത്തരാഖണ്ഡ് PCC അധ്യക്ഷൻ കരൺ മഹ്റ 24-നോട് പറഞ്ഞു. ഗംഗോത്രിയിൽ കുടുങ്ങിയ കേരളത്തിൽ നിന്നുള്ള 10 പേരടക്കം 22 മലയാളികളും സുരക്ഷിതരായി മടങ്ങി. ആശ്വാസം. മേഖലയിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. रोड से जाना इट्स नॉट पॉसिबल और जो बैली ब्रिज बनना है यहाँ से 3 किलोमीटर जहाँ आप अभी थे उसको मेरे को लगता है कि अभी 8 से 9 दिन लगेगा बनने में, क्योंकि अभी तो सामान नहीं पहुँचाया, आएगा उसको फिर असेंबल करना, इट विल टेक टाइम. लेकिन वहाँ रोड बनाना इस समय संभव नहीं, क्योंकि इट्स ऑल दलदल टाइप का बना हुआ है, तो उसमें रोड नहीं बन पाएगा. और MI 17 की आवश्यकता है. वहाँ कुछ पोकलेंट्स और कुछ JCB मशीन्स को उठा के वहाँ पहुँचाने की ज़रूरत है, ताकि रेस्क्यू ऑपरेशन तेज़ी से हो, क्योंकि मैनुअली इट इज़ नॉट पॉसिबल. तमिलनाडु से और महाराष्ट्र के 64 लोग वहाँ थे, उनका कुछ पता नहीं है, और लोग जो टूरिस्ट आए थे उनका भी पता नहीं. ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ്. ബൽറാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇവിടെ അത്യാവശ്യം മഴ പെയ്തു തുടങ്ങിയോ? നിൽക്കുന്ന സ്ഥലം സേഫാണല്ലോ? SKN, ഇന്ന് ഉച്ച മുതൽ വീണ്ടും ഈ പ്രദേശത്ത് മഴ ആരംഭിച്ചിരിക്കുന്നു. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. നാളെയും ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുഷ്കരമാക്കിയിരിക്കുന്നു. വായുമാർഗമുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് ഉച്ച മുതൽ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ഈ പ്രദേശത്തേക്ക് കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ, അതിന് പ്രധാനമായും റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്ന ഒറ്റ മാർഗം മാത്രമാണ് ഉള്ളത്. അതിനുവേണ്ടിയുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. എന്നാൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അത് ആദ്യഘട്ടത്തിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ആ തരത്തിൽ നിർമ്മിക്കുന്നത് അവിടെ ഗുണപരമാവില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും പുനർനിർമ്മിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ വൈകിട്ടോടെ മാത്രമേ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയൂ എന്നാണ് BRO അറിയിക്കുന്നത്. കാരണം ഇവിടേക്ക് സാമഗ്രികൾ എത്തിക്കുന്നത് വലിയ തടസ്സമായി മാറിയിരിക്കുന്നു. വഴിയിൽ ഇടയ്ക്കിടെ വീണ്ടും മണ്ണിടിച്ചിലും ഒപ്പം തന്നെ വലിയ കല്ലുകൾ പാതയിലേക്ക് വീണ് പാത തടസ്സപ്പെടുന്ന സാഹചര്യവുമുണ്ട്. വലിയ ട്രക്കുകളിൽ വേണം ഈ സാമഗ്രികൾ അവിടെ എത്തിക്കാൻ എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് റോഡ് പുനർനിർമ്മാണത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇതുകൂടാതെ പിന്നീട് 7 കിലോമീറ്റർ കൂടി ഇത്തരത്തിൽ 2 ഇടങ്ങളിലായി റോഡ് തകർന്ന സാഹചര്യമുണ്ട്. ഇവയെല്ലാം തന്നെ കൃത്യമായി തന്നെ പുനർനിർമ്മിച്ചാൽ മാത്രമായിരിക്കും ദുരന്ത മേഖലയിലേക്ക് റോഡ് മാർഗം രക്ഷാപ്രവർത്തകരെയും മറ്റ് സാമഗ്രികളും എത്തിക്കാൻ കഴിയുക. അതേസമയം വായു മാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ മണ്ണിനകപ്പെട്ടു പോയ ആളുകളെ കണ്ടെത്താൻ റഡാർ സംവിധാനം, ഇതോടൊപ്പം തന്നെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങളും ഈ മേഖലയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തെ സമയം ഇത്തരം നടപടികൾക്ക് എടുക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി ജില്ലയിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ അതേ സമയം തന്നെ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. എങ്കിലും കൂടുതൽ രക്ഷാപ്രവർത്തകരെ ഈ മേഖലയിൽ ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിലുള്ള സാഹചര്യം. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ്. നമ്മുടെ വാർത്താസംഘം ഉത്തരാഖണ്ഡിൽ തുടരുകയാണ്. ധരാലിയിലാണ് ഇപ്പോൾ അവർ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നേതൃത്വം ബൽറാം നെടുങ്ങാടിയാണ്. ഭൈരവൻ കണ്ണൂർ ചോദിക്കുന്നു, SKN ഈ കണ്ട പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ വാർത്താസമ്മേളനം നടത്തിയത്, അദ്ദേഹം ഡോക്ടറല്ലേ? അദ്ദേഹം എന്തുകൊണ്ട് ആ ഉപകരണം അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്ന് പറയുന്നത്? അത് തെറ്റി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പലിന് അറിയണമെന്നില്ല. അത് പക്ഷേ എല്ലാ കാര്യങ്ങളും അത് കാരണം അദ്ദേഹം ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറായിരിക്കും, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫീൽഡിലായിരിക്കും അദ്ദേഹത്തിന് പ്രാവീണ്യം. എന്നാൽ ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹത്തിൻ്റെ മുകളിൽ സംശയത്തിന് നിഴൽ വീഴാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയൊക്കെ ചെയ്തത് ഒരു പ്രൊഫഷണൽ ഡോക്ടർക്ക് പറ്റിയ പരിപാടിയായില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങ് ദയവ് ചെയ്ത് ഇനി ഈ പരിപാടിയായിട്ട് ഇറങ്ങരുത്. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തതിന് സാഹസികമായി ബസ് തടഞ്ഞ് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡ് റോഡിൽ കിടന്നായിരുന്നു ബസ് തടഞ്ഞത്. കോഴിക്കോട് കുന്നമംഗലം റൂട്ടിലാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഈ കണ്ടില്ലേ, നമ്മുടെ ഹോംഗാർഡ് വണ്ടിയുടെ മുന്നിൽ കയറിയും കിടന്നു. അതാണ് കളി. നമ്മൾ സൂപ്പറായി. ഹോംഗാർഡ് താരം കോഴിക്കോട് നിന്ന് ഗൂഗിൾ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേർന്നു.
അങ്ങനെ ഒറ്റ കിടപ്പ കിടന്നെങ്കിലും ആ കിടപ്പിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഹോംഗാർഡ് കിടന്നാൽ അതിന് 1000 അർത്ഥങ്ങളുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ കിടപ്പ് കിടന്നത്. ഇങ്ങനെ കിടക്കാൻ ആൾക്ക് തയ്യാറായി കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ബസ്സിലെ പല ഡ്രൈവർമാരെ നേരെയാക്കാൻ പറ്റും. കുട്ടികളെ കയറ്റാതെ, ഇത്രയധികം കുട്ടികളെ കയറ്റാതെ, കാര്യം കുട്ടികളെ കാണുന്ന തന്നെ ഒരു ചതുർത്ഥി അവർക്ക്. കാരണം ഈ കൺസെഷൻ ടിക്കറ്റാണ്, വണ്ടി നിറച്ച ആൾ കാണും, ബാഗ് നോക്കും, പൈസ കാണത്തില്ല. അതാണ് അവരുടെ പ്രശ്നം. അതിന് ഇതാണോ വേണ്ടത്? കുട്ടികളെയൊക്കെ മഴയത്ത് നിർത്തുക, കയറ്റാതെ പോകുക, അതൊക്കെ നാട്ടിലെ പ്രശ്നമാണ്. ഗൂഗിൾ കെ വേണുഗോപാൽ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പറയുന്നു. ഈ ഹോംഗാർഡ് ആൾ പുലിയാണല്ലോ ഗൂഗിളെ. SK അത് തന്നെയാണ്, ആള് പുലിയാണ്. ഒരു പക്ഷേ ഇയാൾക്ക് ഇത്തരത്തിലുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കുട്ടികൾ ബസ്സിൽ പോകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടയാളാണ്. ഈ കോഴിക്കോട് കുന്നമംഗലത്ത് നിന്ന് പാളയത്തേക്ക് പോകുന്ന നിയ എന്ന് പറയുന്ന ബസ്സിന് മുമ്പിലാണ് ഈ ഹോംഗാർഡ് ഈ രീതിയിൽ, അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്, എന്റെ നെഞ്ചത്തുകൂടി വണ്ടി കയറ്റു എന്നൊക്കെ പറയുന്ന ആക്ഷൻ ആ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിനെ കൈയടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് ഒട്ടുമിക്ക വിദ്യാലയങ്ങളുടെ മുമ്പിലും ഉണ്ടാവുന്നുണ്ട്. കാരണം കുട്ടികളെ കയറ്റാതെ പോവുക, അല്ലെങ്കിൽ കുട്ടികളെ ബസ് സ്റ്റോപ്പിന് കുറച്ചധികം ദൂരത്ത് കൊണ്ടുപോയി നിർത്തുക, അതിനുശേഷം കുട്ടികൾ ഓടി വരുമ്പോൾ വീണ്ടും ബസ് എടുത്ത് കൊണ്ടുപോകുക, ഇത്തരത്തിലുള്ള ക്രൂരതകൾ സ്വകാര്യ ബസ്സുകാർ എന്തായാലും വിദ്യാർത്ഥികളോട് കാണിക്കുന്നുണ്ട്. അതിലൊരു പ്രതിഷേധം, കനത്ത പ്രതിഷേധം മാത്രമല്ല, അത് റോഡിൽ കടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അനുകരണീയമായിട്ടുള്ള ഒരു മാതൃകയാണ്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മുമ്പിൽ ഇത്തരത്തിലുള്ള ഹോം ഗാർഡുകളൊക്കെ ഉണ്ട്. വിദ്യാർത്ഥികളുടെ റോഡ് മുറിച്ചു കടക്കാനും അല്ലെങ്കിൽ ബസ് കയറ്റാനും ഒക്കെ ഇത്തരത്തിൽ ഹോം ഗാർഡുകളുണ്ട്. ഒരുപക്ഷെ അവിടെ നിത്യസംഭവമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. എന്തായാലും ഈ ഹോം ഗാർഡിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികളെ കയ്യടിയോടുകൂടി വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നു. ഈ ദൃശ്യം 24 കൂടി നമ്മൾ പുറത്തുവിടുമ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും ആ ഹോം ഗാർഡിന് ഒരു സല്യൂട്ട് അടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വിദ്യാർത്ഥികൾ നാളത്തെ വാഗ്ദാനങ്ങളാണ്, വളർന്നു വരുന്ന തലമുറയാണ്. അവരോട് ഈ രീതിയിലല്ല പെരുമാറേണ്ടത് എന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ ഈ പ്രകടനത്തിൽ കൂടി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വിദ്യാർത്ഥികളെ ഒരിക്കലും അകറ്റി നിർത്തേണ്ട ആളുകളല്ല, അവരെ കൈപിടിച്ച് ഉയർത്തേണ്ടതാണ്. ആ ബോധ്യം ഈ ഹോം ഗാർഡിന് ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വൈകിട്ടാണ് സംഭവം. കുന്നമംഗലത്താണ്, കോഴിക്കോട് കുന്നമംഗലം ഭാഗത്തുനിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ബസ്സിന് മുമ്പിൽ കിടന്നായിരുന്നു ഇദ്ദേഹം ഇത്തരത്തിലൊരു പ്രകടനം നടത്തിയത്. എന്റെ ശരീരത്തിൽ കയറ്റാതെ അല്ലെങ്കിൽ എന്റെ നെഞ്ചത്തു കൂടി അല്ലാതെ ഇവിടെ നിന്ന് ഈ ബസ് കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല, കുട്ടികളെ കയറ്റാതിരുന്നാൽ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. SK. ഓക്കെ, താങ്ക് യു ഗൂഗിൾ കെ വേണുഗോപാൽ. എന്നാലും അദ്ദേഹത്തിൻ്റെ മാർഗം ശരിയല്ലെങ്കിലും ലക്ഷ്യം ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാർഗത്തെ നമുക്ക് അങ്ങനെ ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ഈ ഡ്രൈവർക്ക് ലേശം വിവരം ഒന്ന് പിഴച്ചാൽ ആക്സിലേറ്ററോട് കാലമർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ വണ്ടിയുടെ മുന്നിൽ കയറി കിടക്കുന്ന പരിപാടി നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട. എന്നാൽ ഈ സ്വകാര്യ ബസ്സുകാരോട് നമുക്ക് പറയാനുള്ളത്, കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകുമല്ലോ. അപ്പോൾ അവർ കൺസെഷൻ ടിക്കറ്റുമായിട്ട്, സ്റ്റുഡൻറ്റ് കൺസെഷൻ ടിക്കറ്റുമായിട്ടൊക്കെ യാത്ര ചെയ്യാൻ നിൽക്കുമ്പോൾ അവരെ കയറ്റാതെ പോവുക എന്നൊക്കെ പറയുന്നത് ശരിയല്ല. നിങ്ങൾക്ക് ചാർജ് വർദ്ധിപ്പിക്കണമെങ്കിൽ സർക്കാരിനോട് സംസാരിച്ച് കൂട്ടാൻ ശ്രമിക്കുക, അതല്ലാതെ കുട്ടികളെ ശിക്ഷിക്കുകയല്ല വേണ്ടത്. അലി അക്ബർ പറഞ്ഞ SK, ഗുഡ് ഈവനിങ്. ഡോക്ടർ ഹാരിസിനെതിരായ ചട്ടലംഘനത്തിന് നടപടിയെടുക്കാം, അതേസമയം അദ്ദേഹത്തിന് ഇങ്ങനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കരുത് എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണ്. അദ്ദേഹം സത്യസന്ധനാണ് എന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, വലിയ ജനപിന്തുണയുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. കാരണം രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഡോക്ടർ. കാരണം ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് വളരെ കുറവാണ്. കാരണം ഇത്തരം സർക്കാർ ഡോക്ടേഴ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. അപ്പോൾ അദ്ദേഹത്തിനെ കൊടുക്കാൻ ശ്രമിക്കരുത്. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് കളങ്കമുണ്ടാക്കുന്നില്ല, ആരോപണങ്ങൾ ഉന്നയിക്കാനും പാടില്ല. സർക്കാർ ഇത് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ന്യൂസ് ഹെഡ്ലൈൻസ് ആരംഭിക്കും ബ്രേക്കിന് ശേഷം. മലപ്പുറം മാധവനാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ ചിക്കൻ പോക്സ് വ്യാപനം. 57 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. സ്കൂളിലെ LP UP വിഭാഗങ്ങളിൽ ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടു. സമീർ ബിൻ കരീം ചേരുന്നു മലപ്പുറത്ത് വിവരങ്ങളുമായി. സമീർ പറയും. SKN മലപ്പുറം ജില്ലയിലെ ആദവനാട് ഹൈസ്കൂളിലാണ് ചിക്കൻ പോക്സ് വ്യാപനം ഉണ്ടായിരിക്കുന്നത്. സ്കൂളിലെ 57 കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പും ഹെഡ് മാസ്റ്ററും അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലായും LP UP വിഭാഗത്തിലെ കുട്ടികൾക്കാണ് രോഗം പടരുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സ്കൂളിലെ LP UP വിഭാഗങ്ങൾ ഒരാഴ്ചത്തേക്ക് അടച്ചിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. രോഗവ്യാപനം കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നടപടി എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഒപ്പം തന്നെ സ്കൂൾ അധികൃതരുടെ വിശദീകരണം എന്നുള്ളതാണ്. ഈ ഒരാഴ്ച താൽക്കാലികമായി അടച്ചിടുന്ന സമയത്ത് കുട്ടികൾക്ക് ഓൺലൈൻ മുഖേന പഠനം നടത്തണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്നാൽ എങ്ങനെയാണ് രോഗവ്യാപനം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏതെങ്കിലും കുട്ടികൾക്ക് പനിയോ മറ്റു ലക്ഷണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശവും ആരോഗ്യവകുപ്പ് സ്കൂളും നൽകിയിട്ടുണ്ട്. SKN. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.
ആലുവ ദേശം കുന്നുംപുറത്ത് വീട്ടിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചെന്ന് അപകടമുണ്ടായി. കുന്നുംപുറം സ്വദേശി തോപ്പിൽ പറമ്പിൽ വീട്ടിൽ പ്രഭാ ദിലീപിന്റെ വീട്ടിലാണ് അപകടമുണ്ടായത്. ആൻമരിയ സണ്ണി ചേരുന്നു വിവരങ്ങളുമായി. പറയൂ ആൻമരിയ. അല്പസമയങ്ങൾക്ക് മുൻപാണ് അപകടമുണ്ടാക്കുന്നത്. ഈ അപകടത്തിൽ ദേശം സ്വദേശി തോപ്പിൽപ്പറമ്പിൽ വീട്ടിൽ പ്രഭാ ദിലീപിന്റെ വീട് പൂർണ്ണമായിട്ടും നശിച്ചിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടാകുന്നത്. ഈ സമയത്ത് പ്രഭാ ദിലീപ് ആ വീട്ടിലുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത വീട്ടിൽ TV കാണുന്നതിന് വേണ്ടിയിട്ട് പോയ സമയത്താണ് അപകടമുണ്ടാക്കുന്നത്. ആർക്കും അപകടത്തിൽ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഈ പ്രഭാ ദിലീപ് താമസിച്ചിരുന്ന ഷെഡ് അത് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. വീടിന്റെ പണി നടക്കുന്നത് കൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡായിരുന്നു. അവിടെയായിരുന്നു ഈ പ്രഭാ ദിലീപ് താമസിച്ചിരുന്നത്. അവിടെ അത് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. മാത്രമല്ല അപകടത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന വീടിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആലുവയിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് സംഭവ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലും വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളെല്ലാം അവിടെ നടന്നിരുന്നു. തീ നിലവിൽ നിയന്ത്രണ വിധേയമാണ്. അപകടത്തിൽ ആർക്കും പരിക്കുകളൊന്നും പറ്റിയിട്ടുമില്ല. ഓക്കെ, ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം തിരൂരിൽ മദ്യപിച്ച് സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവർ മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിലായി. തിരൂർ MET സെൻട്രൽ സ്കൂൾ ഡ്രൈവർ പൊന്മുണ്ടം സ്വദേശി സൗഫാനാണ് പിടിയിലായത്. ഇയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. സമീർ ബിൻ കരീം ചേരുന്നു വിവരങ്ങളുമായി. പറയൂ സമീർ, ലൈസൻസ് പോയി കിട്ടിയോ? അതേ ഈ മദ്യപിച്ച് വാഹനം ഓടിച്ച ഡ്രൈവർ സഫ്വാന്റെ ലൈസൻസ് RTO സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നാണ് ഈ സംഭവം നടക്കുന്നത്. തിരൂർ ടൗൺ പരിസരത്ത് തിരൂർ RTO വാഹന പരിശോധന നടത്തുകയായിരുന്നു. ആ ഒരു സമയത്താണ് MET സെൻട്രൽ സ്കൂളിന്റെ സ്കൂൾ വാഹനം അതുവഴി കടന്നു വരുന്നത്. ആ ഒരു സമയത്ത് മോട്ടോർ വാഹന വകുപ്പ് വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഈ വാഹനത്തിന്റെ ഡ്രൈവർ സഫ്വാൻ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചത് എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും കുട്ടികളെ വാഹനത്തിൽ നിറച്ചുകൊണ്ട് അപകടമുണ്ടാകും വിധം വാഹനം ഓടിച്ച ഇയാൾക്കെതിരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത്. ഈ മദ്യപിച്ചതായി കണ്ടെത്തിയ സമയത്ത് തന്നെ ഉദ്യോഗസ്ഥർ ഈ വാഹനം ഏറ്റെടുക്കുകയും പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനം ഓടിച്ചുകൊണ്ട് എല്ലാ കുട്ടികളെയും വീട്ടിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാളെ സസ്പെൻഡ് താൽക്കാലികമായി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇറക്കിയിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലും ശക്തമായ വാഹന പരിശോധന തുടരുമെന്നും ഇത്തരക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. വോട്ടർ പട്ടിക ക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കും എതിരായ ആരോപണം രാഹുൽ ഗാന്ധി കടുപ്പിക്കുന്നു. ചോദ്യമുയർന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തെന്ന് വിമർശനം. രാഹുലിന്റെ ആരോപണം ഏറ്റെടുത്ത ഇന്ത്യ സഖ്യ പാർട്ടികൾ രംഗത്ത് വന്നു. എന്നാൽ ആരോപണം മുഖവിലേക്ക് എടുക്കേണ്ടതില്ലെന്ന BJP നിലപാടെടുത്തു. രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്കിൽ നടന്ന വോട്ട് അധികാർ റാലിയിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയും കടന്നാക്രമിച്ചത്. ഭരണഘടന ഉയർത്തി ആരംഭിച്ച പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയെ തകർക്കാൻ കൂട്ടുനിൽക്കുന്നതായി വിമർശനം. BJPക്ക് വേണ്ടിയല്ല, ഭരണഘടനയ്ക്ക് അനുസൃതമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത്. ബംഗളൂർ में है, लखनऊ में है, वाराणसी में है, अलग अलग जगह देश में ये लोग वोट डालने के लिए ऑथराइज्ड हैं. രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് ഇന്ത്യ സഖ്യ നേതാക്കൾ രംഗത്തെത്തി. ആരോപണം മുഖവിലേക്ക് എടുക്കേണ്ട എന്ന നിലപാടിലാണ് BJP. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചവരാണ് കോൺഗ്രസ് എന്ന് പ്രഹ്ലാദ് ജോഷി വിമർശിച്ചു. രാഹുലിന്റെ ആരോപണം തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. 24 ചെന്നൈ. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP വിഷയത്തിലും ആരോപണവുമായി LDFും UDFും രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെ വോട്ടർ പട്ടികയിൽ മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ട് ചേർത്തുവെന്ന് VS സുനിൽകുമാർ ആരോപിച്ചു. VS സുനിൽകുമാറായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. LDFിന്റെ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് തൃശൂരിലേക്ക് മാറ്റിയത് ചട്ടപ്രകാരമല്ലെന്നും വിമർശനം. തൃശൂരിലെ ക്രമക്കേടിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവും ഇന്ന് രംഗത്ത് വന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് LDF നൽകിയ പരാതി അടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ VS സുനിൽകുമാർ ആഞ്ഞടിച്ചത്. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് ചേർത്തതും ചട്ടപ്രകാരമല്ല. അന്നത്തെ കലക്ടറായിരുന്ന VR കൃഷ്ണയ്ക്കെതിരെയും വിമർശനം. രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർത്ത് സംബന്ധിച്ച കാര്യത്തിൽ സമഗ്രമായൊരു അന്വേഷണം വളരെ ആവശ്യമായിട്ടൊരു കാര്യമാണ്. സുനിൽകുമാറിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. തൃശൂർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് കൂടി ഉറപ്പായി അന്വേഷിക്കണം. തൃശൂരിലെ BJP വിജയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് LDFും UDFും. 24 തൃശൂർ.
ഒഡീഷയിൽ മലയാളി കന്യാസ്ത്രീകളെയും വൈദികരെയും ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് CBCI കുറ്റപ്പെടുത്തി. BJP ആണ് ഭരിക്കുന്നത് എന്ന് ഓർമ്മ വേണം എന്ന് പറഞ്ഞായിരുന്നു ആക്രമണമെന്ന് ദൃക്സാക്ഷി സിസ്റ്റർ എലൈസ 24 പറഞ്ഞു. ഛത്തീസ്ഗഡിനു പിന്നാലെ ഒഡീഷയിലും കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ബജ്രംഗ് ദൾ ആക്രമണം നടന്നിരുന്നു. ഭരണഘടനാ അവകാശങ്ങൾക്ക് നേരെയാണ് ആക്രമണമെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് കുറ്റപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടന കാത്തുസൂക്ഷിക്കാൻ സർക്കാരുകൾ നടപടിയെടുക്കണം. അത് കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനുറപ്പാക്കണം. ഭയത്തിൻ്റെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരിക്കുന്ന അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. ജലേശ്വറിൽ ഗ്രാമവാസിയുടെ ആണ്ട് കുർബാനയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണമെന്ന് സിസ്റ്റർ എലൈസ 24 പറഞ്ഞു. ഞങ്ങൾ മതപരിവർത്തനം എന്നൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ പോയില്ല. ഞങ്ങളുടെ അവിടെ മരിച്ച ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയതാണ്. മതപരിവർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഉപദ്രവിച്ചത്. ഒഡീഷ സംഭവത്തിൽ പാർലമെന്റ് കവാടത്തിൽ LDF UDF MPമാർ പ്രതിഷേധിച്ചു. സംഭവത്തിൽ ആശങ്കയുണ്ടെന്ന് ആക്രമണത്തിനിരയായവരുടെ ബന്ധുക്കൾ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ആലുവയിൽ പച്ചക്കറി വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും 30 ലിറ്റർ വെളിച്ചെണ്ണ മോഷ്ടിച്ച പ്രതി പിടിയിലായി. ജാവേദ് എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പെരുമ്പാവൂരിൽ നിന്ന് പിടിയിലായത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. പറയാമൽ. കഴിഞ്ഞ ദിവസമാണ് ആലുവ തോട്ടുവായിലുള്ള ഒരു പച്ചക്കറി കടയിൽ നിന്ന് 30 കുപ്പി വെളിച്ചെണ്ണയും പാലും അതോടൊപ്പം തന്നെ ചില പച്ചക്കറികളുടെ പെട്ടിയും ആപ്പിളിന്റെ പെട്ടികളും അടക്കം മോഷണം പോകുന്ന CCTV ദൃശ്യങ്ങൾ 24 പുറത്തുവിടുന്നത്. വെളിച്ചെണ്ണയായിരുന്നു പ്രധാനമായും മോഷ്ടാവിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. വെളിച്ചെണ്ണയുടെ വില ഇപ്പോൾ കുതിച്ചുയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മോഷണം ഉണ്ടായത്. ഈ പ്രതിയെയാണ് ആലുവ ഈസ്റ്റ് പോലീസ് SP-യുടെ പ്രത്യേക സ്ക്വാഡ് പെരുമ്പാവൂരിലെ ബംഗാൾ കോളനിയിൽ നിന്ന് ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ പ്രതി ഇപ്പോൾ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇയാൾ ഇതിനു പുറമെ കോതമംഗലത്ത് നിന്നും എടത്തലയിലും ചില കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കോതമംഗലത്ത് സമാനമായ നിലയിൽ വെളിച്ചെണ്ണ മോഷണവും മറ്റ് സാധനങ്ങളുടെ മോഷണവും ഇയാൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടത്തലയിൽ നിന്ന് ഒരു ഒമിനി വാനും ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ട്. ഈ ഒമിനി വാനിനെ അടക്കം ട്രേസ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിനെ സഹായിച്ചത്. ഇതോടൊപ്പം 30 CCTV ദൃശ്യങ്ങളോളം പോലീസ് പരിശോധിക്കുകയുണ്ടായി. ഇതിനൊടുവിലാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നതും ഇന്ന് അറസ്റ്റ് നടന്നതും. ഇയാളെ റിമാൻഡ് ചെയ്യുവാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇയാൾ ഈ വെളിച്ചെണ്ണ മോഷ്ടിച്ചതും മറ്റ് സാധനങ്ങൾ മോഷ്ടിച്ചതും മറ്റ് ചില ഹോട്ടലുകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് മറിച്ച് വിൽക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഹോട്ടൽ ഉടമകളുടെ ഭാഗത്തു നിന്ന് ഇയാളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളും ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ മോഷണം ആവർത്തിക്കുവാനുണ്ടായ ഒരു സാഹചര്യം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു അമൽ സുരേന്ദ്രൻ. മറ്റൊരു വാർത്തയിലേക്ക്. അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അംഗങ്ങൾക്കിടയിൽ പോര് കടുക്കുന്നു എന്ന് വാർത്ത. മെമ്മറി കാർഡ് വിവാദത്തിൽ കുക്കു പരമേശ്വരനും ഇടവേള ബാബുവിനുമെതിരെ നടി ഉഷ ഹസീന DGPക്ക് പരാതി കൊടുത്തു. അപകീർത്തിപ്പെടുത്താൻ ശ്രമമുണ്ടാകുന്നുവെന്ന് ആരോപിച്ച് കുക്കു പരമേശ്വരനും പോലീസ് മേധാവിക്ക് പരാതി നൽകി. ശ്വേതാ മേനോന് പിന്തുണയുമായി WCCയും സംവിധായകനും വിനയനും ഇന്ന് രംഗത്ത് വന്നു. മീറ്റു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ദുരനുഭവങ്ങൾ പങ്കുവച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാനില്ലെന്ന ആരോപണമാണ് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത്. മെമ്മറി കാർഡ് എവിടെയെന്നത് കുക്കു പരമേശ്വരൻ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒരു വിഭാഗം വനിതകൾ അമ്മ സംഘടനയ്ക്ക് പരാതി നൽകിയത്. ആരുടെ ഉപദേശപ്രകാരമാണ് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്ന് നടി ഉഷ 24നോട്. ഞങ്ങൾ അനുസരിച്ച് അമ്മയ്ക്ക് പരാതി കൊടുക്കാൻ ഇന്ന് പരാതി കൊടുക്കാൻ നിന്നപ്പോൾ അവർ ഇന്നലെ കൊണ്ടുപോയി ഞങ്ങളുടെ പേരിൽ പരാതി കൊടുത്തത്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ പരാതി കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നറിയിച്ച കുക്കു പരമേശ്വരൻ DGPക്ക് പരാതി നൽകി. മെമ്മറി കാർഡ് വിഷയത്തിൽ ഇതുവരെയും സംഘടന ഇടപെടാതിരുന്നത് മോശമായെന്ന് നടൻ ദേവൻ പറഞ്ഞു. ഇതിനിടെ ശ്വേതാ മേനോനും പിന്തുണയുമായി സംവിധായകൻ വിനയൻ രംഗത്തെത്തി. സിനിമാ മേഖലയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേസിന് പിന്നിലെന്ന് വിനയൻ പറഞ്ഞു. അമ്മ തലപ്പത്ത് മോഹൻലാലോ മമ്മൂട്ടിയോ വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും വിനയൻ. അമ്മയെ നിയന്ത്രിക്കാൻ മോഹൻലാലോ മമ്മൂട്ടിയോ വരണം, വന്നില്ലെങ്കിൽ വലിയ പ്രശ്നം ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അടൂർ ഗോപാലകൃഷ്ണന്റെ ദളിത് സ്ത്രീവിരുദ്ധ നിലപാടുകളെ അപലപിക്കുന്നതായി WCC. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാന്ദ്ര തോമസിനെ WCC അഭിനന്ദിച്ചു. ശ്വേതാ മേനോനെതിരെ നടക്കുന്ന പ്രചാരണങ്ങളെയും WCC അപലപിച്ചു. 24 കൊച്ചി. തിരുവനന്തപുരം അമ്പൂരി കാരിക്കുഴിയിലിറങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച പിടികൂടി. 4 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് വനപാലകർ പുള്ളിയെ പിടികൂടിയത്.
നാടിനെ ഭീതിയിലാഴ്ത്തി വീണ്ടും മലപ്പുറം മണ്ണാർമലയിലും ഇന്ന് പുലി ഇറങ്ങി. തിരുവനന്തപുരം അമ്പൂരി കാരിക്കുഴിയിലാണ് പുള്ളിപ്പുലി കുടുങ്ങിയത്. ടാപ്പിംഗ് തൊഴിലാളിയായ ഷൈജു ടാപ്പിംഗിനിടെയാണ് പുലിയെ കണ്ടത്. പുലി ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഷൈജു ബഹളം വച്ചു. പിന്മാറുന്നതിനിടെ പുലി പന്നിക്കണിയിൽപ്പെടുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നെയ്യാർഡാം പോലീസും സ്ഥലത്തെത്തി 4 മണിക്കൂറോളം പരിശ്രമിച്ചാണ് പുള്ളിപ്പുലിയെ പിടികൂടിയത്. ദൌത്യത്തിനിടെ പരിക്കേറ്റ പുലിക്ക് ചികിത്സ നൽകും. മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. പലതവണ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടും പിടികൂടാത്തതിൽ വനം വകുപ്പിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കൊല്ലം തെന്മലയിൽ പുലിയെ കണ്ട പ്രദേശത്ത് വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. ക്യാമറ നിരീക്ഷണത്തിനു ശേഷമാകും കൂട് സ്ഥാപിക്കുകയെന്ന് RFO അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. കാട്ടുമൃഗങ്ങൾ ഇന്ന് ഒരുപാട് ജില്ലകളിൽ നാട്ടിലിറങ്ങിയ ദിവസമാണ്. കാര്യം ഇങ്ങനെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയ ജനങ്ങൾക്ക് എങ്ങനെ സ്വൈര്യമായി കിടന്നുറങ്ങാൻ പറ്റും എന്നത് മറ്റൊരു ചോദ്യം. കാഴ്ചാ പരിമിതിയുമായി പാലക്കാട് ജനവാസ മേഖലയിൽ തുടർന്നിരുന്ന PT5 കാട്ടാനയ്ക്ക് ഇന്ന് ചികിത്സ നൽകി. മലമ്പുഴ മാന്തുരുത്തിയിൽ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം ആനയെ ഉൾവനത്തിലേക്ക് തിരിച്ചുവിട്ടു. മണിക്കൂറുകൾ നീണ്ട ദൗത്യം. 100ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കാഴ്ചാപരിമിതി മൂലം അവശനായിരുന്ന PT5 എന്ന ചുരുളിക്കൊമ്പന് ഒടുവിൽ വനംവകുപ്പ് ചികിത്സ നൽകി. രാവിലെ 8 മണിയോടെയാണ് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ ദൗത്യം തുടങ്ങിയത്. 6 സംഘങ്ങളായി തിരിഞ്ഞ മലമ്പുഴയ്ക്ക് സമീപം മാന്തുരുത്തിയിൽ ആനയെ ലൊക്കേറ്റ് ചെയ്തു. 2 ഡോസ് മയക്കുവെടിവെച്ചു. ഓടാനാകാതെ ആന അവിടെ തന്നെ നിലയുറപ്പിച്ചു. പൂർണ്ണ മയക്കമായതോടെ പരിശോധനയും ചികിത്സയും നടത്തി. കണ്ണിന് ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്നാണ് കണ്ടെത്തൽ. പ്രാഥമിക ചികിത്സ നൽകി. റേഡിയോ കോളർ ഘടിപ്പിച്ച് ഉൾക്കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട്. എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് ചില ഒബ്സർവേഷൻസ് ഉണ്ട്. ബൈലാറ്ററൽ യൂവിയേറ്റീസ് എന്നൊരു കണ്ടീഷനാണ്. ഒരു കണ്ണിൻ്റെ കാഴ്ച കുറച്ച് നല്ലോണം കുറവാണ് ഒരു കണ്ണിൻ്റെ. മറ്റത് പാർഷ്യൽ ബ്ലൈൻഡ്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള അക്യൂട്ടായിട്ട് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, കണ്ണ് കംപ്ലീറ്റ് പരിശോധിച്ചു, നമ്മളത് ഡ്രസ് ചെയ്തു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. ആനയുടെ സഞ്ചാരം 2 ആഴ്ച നിരീക്ഷിക്കും. മാറ്റമില്ലെങ്കിൽ മറ്റു നടപടി സ്വീകരിക്കും. രാജീവ് സുദേവിനൊപ്പം ശ്രീജി ശ്രീകുമാരൻ, 24 പാലക്കാട്. CPI ഇടതുമുന്നണി വിടണമെന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ പൊതുചർച്ചയിൽ ആവശ്യമുയർന്നു. മുന്നണി വിടേണ്ട സമയം കഴിഞ്ഞെന്നും CPM വലതുപക്ഷമായി കഴിഞ്ഞെന്നും വിമർശനം. ശ്രീജിത്ത് ടെലിഫോണിൽ ചേർന്നു തിരുവനന്തപുരത്ത്. ശ്രീജിത്ത്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരം പ്രകോപനപരമായ ചില പരാമർശങ്ങൾ ഇന്നത്തെ സമ്മേളനത്തിലുണ്ടായത് തിരുവനന്തപുരത്ത്? CPIയുടെ ജില്ലാ സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ടുകളിൽ നടന്ന പൊതുചർച്ചയിലാണ് ഇത്തരം പ്രകോപനപരമായ പരാമർശങ്ങൾ ഉണ്ടായത്. പാർട്ടി നേതൃത്വത്തിനെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടായി. ഇതിൽ ഏറ്റവും ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം CPI ഇടതുമുന്നണി വിടണമെന്നതാണ്. CPIയെ പാള പോലെ കീഴിയറിഞ്ഞവരാണ് CPM. പട്ടിന്ദ പാർട്ടി കോൺഗ്രസിന്റെ സമയത്തുള്ള തീരുമാനം തിരുത്തേണ്ട സമയമായിരിക്കുന്നു. അതിൽ നിന്ന് CPIയും മാറിയിരിക്കുന്നു. CPI ഇപ്പോൾ വലതുപക്ഷത്താണ്. അതുകൊണ്ട് തന്നെ മുന്നണി വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു പുനരാലോചന നൽകിയത്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.